ഹായ് ഗായ്സ്, വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ. അപ്പോൾ നമ്മുടെ ഇന്നത്തെ പരിപാടി എന്ന് പറഞ്ഞ് സ്റ്റാർട്ട് ചെയ്യുന്ന ഒരു ഫുഡ് വ്ളോഗർ ഉണ്ട്. അപ്പോൾ പുള്ളിക്കാരൻ്റെ ഒരു വീഡിയോ ഇപ്പോൾ കറങ്ങി നടപ്പുണ്ട്. അത് ബഹിരാകാശത്താണോ ഭൂമിയിലാണോ എന്ന് അറിയാത്ത വിധത്തിലുള്ള ഒരു രീതിയിലാണ് വീഡിയോ നിൽക്കുന്നത്. എന്തായാലും നമ്മൾ ആ ഒരു വീഡിയോ കണ്ടിട്ട് ബാക്കി സംസാരിക്കാം. ഓക്കെ. അപ്പോൾ നമ്മുടെ പരിപാടി ഈ പോത്തിനെ നമ്മളൊരു പ്രത്യേക രീതിയിൽ റോസ്റ്റ് ചെയ്തെടുക്കാൻ വേണ്ടി പോണ്ട. നമ്മൾ ഇതുവരെ കണ്ടതിൽ ഏറ്റവും വ്യത്യസ്തമായ കാഴ്ചകളാണ്. അപ്പോൾ നമുക്ക് ഇതിനൊക്കെ നല്ല വൃത്തിയായി കഴുകിയെടുത്ത് നമുക്ക് നല്ല മസാലയൊക്കെ തേച്ചില്ലേ അവിടെ റോസ്റ്റ് ചെയ്തെടുക്കാം. എന്തായാലും ഇനിയും കുറച്ച് ക്ലിപ്സ് ഉണ്ട്, അത് നമുക്ക് പുറകെ ആഡ് ചെയ്യാം കേട്ടോ. അപ്പോൾ എന്തായാലും പുള്ളിക്കാരൻ വ്യത്യസ്തമായ രീതിയിലാണ് വീഡിയോസും അതുപോലെ തന്നെ പാചകവും ഒക്കെ ചെയ്യുന്നത്. ഇതുപോലെ ബീഫിനെ വെച്ച് നേരത്തെ കുഴിയിലിറക്കിയും കുഴിയിലിറക്കാതെയും നിർത്തിയും കാല് താഴെ വെച്ചും കാല് മേപ്പോട്ട് വെച്ചും കൈ താഴെ വെച്ചും ഒക്കെ ഇഷ്ടം പോലെ വീഡിയോ ചെയ്തിട്ടുണ്ട്. നമ്മളെല്ലാം അത് കണ്ടതാണ്. അതേപോലെ തന്നെ എനിക്ക് തോന്നുന്നു എല്ലാവർക്കും ഇങ്ങനെ ഈ ഒരു വീഡിയോ കാണുമ്പോൾ ഇതേ ഒരു ഒപ്പീനിയൻ ആണോ എന്നൊന്നും എനിക്കറിയത്തില്ല. പക്ഷെ ഞാൻ വീഡിയോ കണ്ട എൻ്റെ ഒരു ഇതാണ് പറയുന്നത് കേട്ടോ. അതുമല്ല, അതിൻ്റെ കമൻറ്റ് സെക്ഷനിൽ ഞാൻ മനസ്സിലാലോചിച്ച രീതിയിലുള്ള കുറച്ച് കമൻസും കൂടെ കണ്ടപ്പോഴാണ് വിചാരിച്ചത് എന്നാൽ ഈ വീഡിയോ നമുക്ക് ചെയ്യാം എന്ന് തോന്നിയത്. അങ്ങനെ വീഡിയോയുടെ താഴെയുള്ള കമൻസൊക്കെ രസകരമായ കമൻസൊക്കെയാണ്. പുള്ളിക്കാരൻ്റെ വീഡിയോസിൽ എപ്പോഴും ചെറിയ രീതിയിലല്ല ഒരു ഭക്ഷണം ഉണ്ടാക്കുന്നത്, ഭയങ്കര ക്വാണ്ടിറ്റിയിലാണ് ഭക്ഷണം ഉണ്ടാക്കുന്നത്. അത് വെറുതെ വേസ്റ്റാക്കി കളയുന്നതും കണ്ടിട്ടില്ല. ഇപ്പോൾ എന്തുണ്ടാക്കിയാലും ഒരു ലോഡ് സാധനമായിരിക്കും പുള്ളിക്കാരൻ ഉണ്ടാക്കുന്നത്. അപ്പോൾ അത് ഫ്രണ്ട്സിനെ അല്ലെങ്കിൽ വേറെ ഡൊണേറ്റ് ചെയ്യും, അതുപോലെ തന്നെ ചാരിറ്റി, അങ്ങനെ കുറേ പരിപാടിയൊക്കെ പുള്ളിക്കാരൻ ചെയ്യുന്നതായിട്ടും കണ്ടിട്ടുണ്ട്. എന്തായാലും എനിവേ ഇത്തവണത്തെ ഈ ഒരു പാചകം കണ്ടിട്ട് എന്തോ ഒരു വല്ലാത്ത രീതിയിലാണ് തോന്നിയത്. കാരണം നമുക്ക് അങ്ങോട്ട് കണ്ടിരിക്കാൻ പറ്റാത്തൊരു വീഡിയോ ആയിപ്പോയി. ലാസ്റ്റ് ഈ ഒരു ബീഫ് ഇവർ പൊരിച്ചോ എന്തോ ഈ സംഭവം ഇതിനെ ഇറക്കുമ്പോൾ ഉള്ളൊരു കാഴ്ചയുണ്ട്. സത്യം പറയാലോ വല്ലാത്തൊരു കാഴ്ചയാണത്. എന്തായാലും ഞാനത് ആഡ് ചെയ്യാം കുറച്ച് കഴിഞ്ഞിട്ട്. നമുക്കെന്തായാലും ഇതിനെ എന്തായാലും ബീഫ് കൊണ്ടുവച്ചിട്ടുണ്ട്. ഇതൊരു വെറൈറ്റി രീതിയിൽ ഇവർ റോസ്റ്റ് ചെയ്യാൻ പോവാണെന്നൊക്കെ പറഞ്ഞു. എങ്ങനെയാണ് ഇവർ റോസ്റ്റ് ചെയ്യാൻ പോകുന്നേ എന്നുള്ളൊരു പരിപാടി നമുക്കൊന്ന് കാണാം. എന്തായാലും അതിൻ്റെ ഒരു ക്ലിപ്പ് നമുക്ക് കണ്ടിട്ട് പുറകെ സംസാരിക്കാം. തള്ളി ഉള്ളി കണ്ടല്ലേ തിരിഞ്ഞ് കടിക്കാത്തതിനെ എല്ലാത്തിനെയും കഴിക്കാമെന്ന് പറഞ്ഞ് ഇങ്ങനെയൊക്കെ ചെയ്യാവൂടെ? എനിക്കറിയത്തില്ല. എനിക്ക് ഇതിനെ ഉള്ളിലോട്ട് കയറ്റിയില്ലേ, അപ്പോൾ എനിക്ക് തോന്നിയൊരു കാര്യം എന്ന് വെച്ചാൽ നമ്മൾ സിനിമയിലൊക്കെ കണ്ടിട്ട് ഈ ഇലക്ട്രിക് ശ്മശാനത്തിലേക്ക് ഡെഡ് ബോഡി കയറ്റി വിടുന്നത് പോലെ എനിക്ക് അതേപോലെയാണ് ഫീൽ ചെയ്തത്. സത്യം പറയാലോ, ഞാൻ അതിൻ്റെ കമൻറ്റ് സെക്ഷൻ ഞാൻ ജസ്റ്റ് ഒന്ന് നോക്കി. ശരിക്കും അതിൽ കുറേ ആൾക്കാർ പറയുന്നുണ്ട് ഇതേപോലെ അവർക്കും തോന്നിയിട്ടുള്ളത്. അപ്പോൾ മനസ്സിലായി എനിക്ക് മാത്രമല്ല പല ആർക്കും ഇത് തോന്നിയിട്ടുണ്ടെന്ന്. അതുപോലെ ആ ഒരു കമൻറ്റിൻ്റെ താഴെ തന്നെ ഒരു 500,000 ലൈക്കോളം കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ഒരു സമാധാനമായി. എന്തായാലും എൻ്റെ മാത്രം തോന്നലല്ല അതെന്ന് എനിക്ക് മനസ്സിലായി. എന്തായാലും ഇതിന് ഈ മീറ്റ് വേഗണ്ടേ? ഇതൊക്കെ റെഡ് മീറ്റ്സ് അല്ലേ? അപ്പോൾ ഇതൊന്ന് വേഗാതെ കഴിച്ചാൽ എങ്ങനെയാണ്? ഇതിൻ്റെ മസാല പിടിക്കാനുള്ള ഒരു സംഭവം പോലും അതിൽ ഇല്ല. എന്ന് വെച്ചാൽ ഇപ്പം ആ ബീഫിൻ്റെ തൊലി അവർ തൊലി ഉരിച്ചിട്ട് എന്താ ഇവർ ചെയ്തതെന്നറിയോ? നേരിട്ട് ഡയറക്റ്റ് മസാല തേച്ചേക്കുന്നു. എങ്കിൽ പിന്നെ അതിൻ്റെ തൊലിയോട് അങ്ങ് കഴിച്ചുകൂടെയുടെ. സാധാരണ നമ്മളൊരു വീട്ടിൽ മീൻ വാങ്ങിക്കുമ്പോൾ പോലും ആ മീൻ ഒരു 1000 വരയിൽ നമ്മൾ അതിൻ്റെ പുറത്തോടെ അപ്പുറത്തോടെ ഇപ്പുറത്തോടെയൊക്കെ വരയും. എന്ന് വെച്ചാൽ അതിൻ്റെ ഉള്ളിലേക്ക് മസാല തേക്കാൻ. അപ്പോൾ ഇത്രയും വലിയൊരു ബീഫിൽ ഒരു വരച്ചിലും ഇല്ലാതെ നേരിട്ട് മസാല തേച്ചത് ഈ ഒരു സംഭവത്തിലോട്ട് കയറ്റിയിട്ട് ഇറക്കുമ്പോഴത്തേന് ഇത് വലിയ ടേസ്റ്റുള്ള സാധനമൊന്നും എനിക്കറിയത്തില്ല. അതിലുപരി ഇത് വേവാതെ കഴിച്ചാലുള്ള സൈഡ് എഫക്റ്റ് അല്ലെങ്കിൽ അത് ബോഡിക്ക് ദൂഷ്യമായ കാര്യങ്ങളൊക്കെ എത്രത്തോളം വലുതായിരിക്കും അല്ലേ? എന്തായാലും ഇതിനെ അകത്തിട്ട് വേവിച്ചോ
റോസ്റ്റ് ചെയ്തെന്നൊക്കെയാണ് ഇവർ പറയുന്നത്. റോസ്റ്റ് ചെയ്ത് എന്തായാലും ഇവർ പുറത്തെടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ. പുറത്ത് ഇറക്കി കഴിഞ്ഞപ്പോൾ ഇതിൻ്റെ ഒരു ലുക്കുണ്ട് ഗൈസ്, നിങ്ങൾ അതൊന്ന് കാണണം. നമുക്കൊരുമാതിരി ഉണ്ടല്ലോ ഈ ആക്സിഡൻറ്റോ അല്ലെങ്കിൽ വയ്യാതെ കിടക്കുന്ന ആൾക്കാർക്ക് ശരീരം ഇങ്ങനെ പൊട്ടി വല്ലാതെ ഒരു വൂണ്ട് പോലൊക്കെ ആവുമല്ലോ, ആ ഒരു സംഭവമാണ് എനിക്കത് കണ്ടപ്പോൾ തോന്നിയത്. നിങ്ങൾ ജസ്റ്റ് അതൊന്ന് കണ്ടു നോക്ക്. സ്മോക്കില്ലേ ആയാലും മട്ടനായാലും ബീഫായാലും എല്ലാം പല രീതിയിൽ ഷവർമയൊക്കെ ഓക്കെ, എല്ലാ സംഭവം സത്യമാണ്, സെറ്റാണ്. പക്ഷെ ഇത്രയും വലിയൊരു സാധനത്തിനെ ഇങ്ങനെ തള്ളി അകത്തോട്ട് കയറ്റി എനിക്ക് ശരിക്കും അത് ഫീൽ ചെയ്തത് അങ്ങനെയാണ്. എന്തോ ഒരു ഡെഡ് ബോഡി കണക്കെനിക്ക് ഫീൽ ചെയ്തു. പിന്നെ അത് തിരിച്ചിറങ്ങി അതിൻ്റെ ആ ഒരു ഇതും കൂടെ കണ്ടപ്പോൾ എന്തോ വല്ലാത്തൊരവസ്ഥ. ഇത് പിന്നെ കഴിക്കുമ്പോൾ ഇവർ പറയുന്നുണ്ട് അടിപൊളിയാണ്, ടേസ്റ്റിയാണെന്നൊക്കെ പറയുന്നുണ്ട്. പുള്ളിക്കാരൻ മാത്രമേ പറയുന്നുള്ളൂ, ബാക്കി ഫ്രണ്ട്സ് ആരും പറയുന്നില്ല. എന്തായാലും കൊള്ളാം. അത് കണ്ടിട്ട് പുള്ളിക്കാരൻ പറയാം വാവുന്ന്. അത് കാണുമ്പോൾ തന്നെ പകുതി സമാധാനം പോവും. എന്തായാലും ഇത് കണ്ടിട്ട് ഇതിൻ്റെ താഴെ വന്ന കമൻറ്റാണ് കേട്ടോ, ഇങ്ങനെ കിടന്ന് കാണുന്ന ഞാൻ ആലോചിച്ച് നോക്കിക്കേ. ശരിക്കും മനുഷ്യന്മാരുടെ കൂട്ടൊക്കെ തോന്നുന്നുണ്ട്. എന്തായാലും കുറേ കമൻസൊക്കെ വന്നിട്ടുണ്ട്. കമൻസൊക്കെ ഞാൻ ഓരോന്നായിട്ട് ഇവിടെയൊക്കെ കൊടുത്തേക്കാം കേട്ടോ. ഇതേപോലാണോ നിങ്ങൾക്ക് തോന്നിയത്, അല്ലെങ്കിൽ എൻ്റെ മാത്രം തോന്നലാണോ ഇത് എന്നൊക്കെ ഉള്ളത് കമൻറ്റ് ചെയ്യുക, അഭിപ്രായങ്ങളൊക്കെ.